Dear friends, welcome to AIMS Creative Channel again. ഇന്നത്തെ എൻ്റെ ടോപ്പിക്, നമ്മളെല്ലാവരും ഓട്ടോകാഡിൽ കീബോർഡ് ഷോർട്ട് കട്ട് ചെയ്യാറുണ്ട്. ഓട്ടോകാഡ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ വർക്ക് എളുപ്പമാക്കുന്നതിന് വേണ്ടി നമ്മൾ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കുന്നു. അത് നമ്മളൊക്കെ എങ്ങനെ ഓട്ടോകാഡിൽ ചെയ്യാം, സെയിം ആയിട്ട് നമുക്ക് എങ്ങനെ റിവിറ്റിൽ ചെയ്യാമെന്നൊന്ന് ഇന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഞാൻ ഓട്ടോകാഡിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒന്ന് കാണിക്കുകയാണ്. നമ്മൾ ഓട്ടോകാഡ് ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. അതിൽ എക്സ്പ്രസ് ടൂൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കമാൻഡ് അലിയാസ് എഡിറ്റർ എന്നുള്ളൊരു ഇത് കാണാൻ പറ്റും. അതെടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാം, ഇപ്പോൾ നമ്മൾ 3D അറേ എന്നുള്ള കമൻറ്റിന് 3A എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഓരോരോ കമൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. ഇപ്പം ഞാൻ ജസ്റ്റ് ലൈൻ എന്നുള്ളതിന് ഒരു കമൻറ്റ് ആഡ് ചെയ്യുന്നു. എൽ എന്ന് വെച്ചാൽ ലൈനാണ്. അതിന് ഞാൻ ജസ്റ്റ് ഒന്നുകിൽ റിമൂവ് ചെയ്തിട്ട് പുതിയത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അതിനെ ജസ്റ്റ് എഡിറ്റ് ചെയ്യുന്നു. ഞാൻ LN എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും LN എന്ന് പറഞ്ഞാൽ ലൈൻ. അത് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ എൻ്റെ സ്ക്രീനിൽ പോയി LN എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ലൈൻ എന്ന കമൻറ്റ് ആക്റ്റീവായിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, എക്സ്പ്രസ് ടൂൾ എടുക്കുക, കമാൻഡ് അലിയാസ് എഡിറ്റർ എടുക്കുക. ഇതിൽ കാണുന്നത് ഞാൻ ഓൾറെഡി ഷോർട്ട് കട്ട് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഷോർട്ട് കട്ട് ചെയ്ത് വെക്കാൻ കഴിയും. കുറച്ചൊക്കെ ഓട്ടോകാഡിൽ ഡീഫാൾട്ടായിട്ട് ഉണ്ടാകും. നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം. ഇവിടെ ഏതാണോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ഒന്നുകിൽ അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം പുതിയതായിട്ട്. ഞാൻ ആർക്ക് എന്നുള്ളതിന് AR എന്നുള്ളതിന് ഇവിടെ ഏത് കമൻ്റാണോ എനിക്ക് ചൂസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു AM എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതെനിക്ക് ലൈൻ എന്നുള്ളതിനാണ് വേണ്ടതെങ്കിൽ ഓക്കെ കൊടുത്തു, അപ്ലൈ കൊടുത്തു, യെസ്. ഇനി ഞാൻ AM എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ലൈനായിട്ടാണ് വരുന്നത്. ഇതാണ് ഓട്ടോകാഡിലുള്ള മെത്തേഡ്. ഇനി നമുക്ക് റിവീറ്റിലോട്ട് അതെങ്ങനെ ചെയ്യുന്നു എന്നൊന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ സെയിം മെത്തേഡ് നമുക്ക് എങ്ങനെ റിവിറ്റിൽ ചെയ്യാമെന്ന് നോക്കാം. അതായത് കീബോർഡ് ഷോർട്ട് കട്ട് എങ്ങനെ നമുക്ക് റിവിറ്റിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊന്ന് നോക്കാം. ആദ്യമായി ഞാൻ എൻ്റെ റിവിറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ വ്യൂ എന്നുള്ള മെനുവിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം യൂസർ ഇൻ്റർഫേസ്. ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കീബോർഡ് ഷോർട്ട് കട്ട്സ്. ഇവിടെ ഒന്നുകിൽ കമാൻഡ് ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഏതാണോ ടാബിലുള്ളത് ഓരോ ടാബിലുള്ളതിനനുസരിച്ചും സെലക്ട് ചെയ്യാം. ഇപ്പോൾ വ്യൂ ടാബിലുള്ള ബട്ടൺ വേണമെങ്കിൽ അത് ചെയ്യാം. വ്യൂ ക്യൂബിൻ്റെ സെലക്ട് ചെയ്യാം. ഏത് മോഡിഫൈ ടാബിലുള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അതും ചെയ്യാൻ പറ്റും. അതുകൂടാതെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. ഞാൻ സപ്പോസ് ഇവിടെ പ്രൊജക്റ്റ് യൂണിറ്റ്സ് ഇവിടെ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തത് UN എന്നാണ്.
അപ്പോൾ ഒന്നുകിൽ എനിക്കത് ഇവിടെ ഞാൻ റിമൂവ് ചെയ്ത് UT എന്ന് ടൈപ്പ് ചെയ്തു, അസൈൻ. ഇനി ഓക്കെ കൊടുത്തു UT എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ്സിൻ്റെത് നമുക്ക് ഓപ്പൺ ആയി കിട്ടും. സെയിം യൂസർ ഇൻ്റർഫേസ്, കീബോർഡ് ഷോർട്ട് കട്ട്സ്, പോകുന്നു. നമുക്ക് ഏതാണോ കമൻറ്റ് വേണ്ടത്, ഞാൻ ഇതിൽ ടെക്സ്റ്റ് എന്നുള്ള കമൻറ്റിന് TT എന്നാണുള്ളത്, എനിക്കിവിടെ TX എന്ന് വേണം. ഞാൻ അതിനെ അസൈൻ ചെയ്തു. 2 എണ്ണമായിട്ടും അസൈൻ ചെയ്യാം, 3 എണ്ണമായിട്ടും അസൈൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ TT വേണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. ഓക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ TX ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ കമൻറ്റ് നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് കാണാം. ഇപ്പോൾ ഞാൻ ഈ പ്രോപ്പർട്ടീസ് വിൻഡോ ക്ലോസ് ചെയ്തു. ഞാൻ അവിടെ ഷോർട്ട് കട്ട് കൊടുത്ത് PP എന്നായിരുന്നു. അപ്പോൾ അവിടെ പ്രോപ്പർട്ടീസ് വീണ്ടും ആക്റ്റീവായി. ഇതൊരു മെത്തേഡാണ് എങ്ങനെ ഷോർട്ട് കട്ട് ചെയ്യാം റിവിറ്റിൽ എന്നുള്ളത്. യൂസർ ഇൻ്റർഫേസ്, കീബോർഡ് ഷോർട്ട് കട്ട്സ്, ഏത് ഇവിടെ ടാബ് ബേസ്ഡ് ഓൺ ടാബ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇവിടെ. അതല്ലെങ്കിൽ ഇവിടെ കമൻറ്റുകൾ ഉണ്ടാകും, ഓൾറെഡി ഉള്ള കമൻറ്റുകൾ, അതിനെ നമുക്ക് ഷോർട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പ്രൊജക്റ്റ് ബ്രൗസറിന് PB എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ PB ഓൾറെഡി അസൈൻ ചെയ്തിട്ടുണ്ട് വേറെ ഏതൊരു MEP ഫാബ്രിക്കേഷൻ പാർട്സിന്. അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ റിമൂവ് ചെയ്തിട്ട് പുതിയത് കൊടുക്കാം. PR എന്ന് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഈ പ്രൊജക്റ്റ് ബ്രൗസർ ഞാൻ ക്ലോസ് ചെയ്യുന്നു. PR ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ബ്രൗസർ വീണ്ടും ആക്റ്റീവ് ആയതായി കാണാം. അതുപോലെ വിസിബിലിറ്റി ഗ്രാഫിക്സിന് ഞാൻ VG എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ VG ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VG എന്ന് കാണാം. സെയിം തന്നെ VV ടൈപ്പ് ചെയ്താലും VV വരും. അതിൽ 2 കമൻറ്റ് അതിന് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത്. ഇനി അടുത്തത് നമ്മൾ റിവിറ്റ് ഓപ്പൺ ആക്കി വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് വിൻഡോ, അതായത് ഫസ്റ്റ് സ്ക്രീൻ ഏതാണ് വേണ്ടത് എന്ന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി മാനേജ് ടാബിൽ പോവാം. ഇവിടെ സ്റ്റാർട്ടിംഗ് വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ഏത് വ്യൂ ആണോ നിങ്ങൾക്ക് വേണ്ടത്, അപ്പോൾ നിങ്ങൾ റിവിറ്റിലുള്ള വ്യൂവിനനുസരിച്ച് എല്ലാ വ്യൂവും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഫ്ലോർ ലെവൽ പ്ലാൻ, സ്ട്രക്ചറൽ ലെവൽ പ്ലാൻ 1 എന്ന് കൊടുത്ത് ഓക്കെ കൊടുത്തു. ഈ ഫയൽ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ടെസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സ്ക്രീൻ ഇവിടെ സ്ട്രക്ചറൽ പ്ലാൻ ലെവൽ 1 എന്നുള്ള വ്യൂ ആയിരിക്കും. ഒന്നുകൂടി പറയാം. ഞാൻ മാനേജിൽ പോയി സ്റ്റാർട്ടിംഗ് വ്യൂ, ഇവിടെ വീണ്ടും ഡ്രാഫ്റ്റിംഗ് വ്യൂ ഞാൻ വീണ്ടും ചേഞ്ച് കൊടുത്തു, ഓപ്പണിംഗ് സ്ക്രീൻ കൊടുത്തു, ഓക്കെ കൊടുത്തു, സേവ്. ഇനി ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ അവിടെ കൊടുത്തത് ഓപ്പണിംഗ് സ്ക്രീൻ എന്നുള്ള വ്യൂ എനിക്ക് ഫസ്റ്റായിട്ട് വരണമെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഷോർട്ട് കട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കി, റിവിറ്റിലും അതുപോലെ തന്നെ ഓട്ടോകാഡിലും അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്ക്രീനും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വീണ്ടും അടുത്ത ഒരു പുതിയ ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.